സ്വപ്നത്തിൽ പോലും നിന്നെ മക്കളെ മറന്ന് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചില്ല. എത്രയൊക്കെ ആലോചിച്ചിട്ടും എനിക്ക് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. എന്റെ മോൻ എങ്ങനെ ഇത്രയൊക്കെ അധപ്പതിക്കാൻ കഴിഞ്ഞു എന്ന്. എന്നെ വെറുക്കല്ലേന്ന് പറയാനാ ഞാൻ വന്നത്. ഓ, എങ്ങനെ സന്തോഷമായിട്ട് നടന്ന കുട്ടിയാ. എന്റെ മോടെ കാര്യം ഓർക്കുമ്പോ ചങ്ക് പൊട്ടിപ്പോവുക. പതിയെ അടുത്തുകൂടി നമ്മുടെ നീക്കങ്ങൾ അറിയാൻ തള്ളേ മോനും കൂടി അവളെ പറഞ്ഞു വിട്ടിരിക്കുക. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എന്റെ ഭാര്യയെ കാണാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വീട്ടുമുറ്റത്ത് പറഞ്ഞേ. പട്ടിയെ പോലെ ഇനി വേണു വരില്ല. എന്നെ മനസ്സിലാക്കാത്ത നിന്നെ എനിക്കും വേണ്ട. സ്വപ്നത്തിൽ പോലും നിന്നെ മക്കളെ മറന്ന് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചില്ല. എനിക്കിനി നിന്നെ വേണ്ട. എനിക്കെന്റെ മക്കളെ വേണം. അവരെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. കണ്ട അഴിഞ്ഞാട്ടക്കാരികളുടെ കൂടെ നടക്കുന്ന നിന്റെ കൂടെ കുട്ടികൾ വിടുന്ന പ്രശ്നമില്ല. അത് പറയാൻ നീ ആരാ? ഞാനേ എന്റെ ഭാര്യയോടെ സംസാരിക്കുന്നത്. അവള് പറയട്ടെ. അപ്പോ എന്റെ അനിയനാ എന്താ അവൻ പറഞ്ഞു ശരിയല്ലേ? അവള് നിന്നോട് ഇനി ഒന്നും പറയുന്നില്ല. കുട്ടികളെ എന്ത് ചെയ്യണോന്നേ കോടതി തീരുമാനിക്കും. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ. അമ്മ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? അമ്മേ, അമ്മേ, അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. വൈരിട. ആ, എന്താടാ, എന്തിനാ വിളിച്ചേ? ഇങ്ങോട്ട് ഇരിക്കേ. കാര്യം പറയടാ. ഡൈവേഴ്സ് കേസിന്റെ കടലാസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൃദുലെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കണം. അവളെ ഒന്ന് വിളിച്ചേ. ആ, മൃദുലേ, മോളെ മൃദുലേ. എന്താ അമ്മേ? ദേ മോളെ, ഡൈവേഴ്സിനുള്ള അപേക്ഷയാ. മോളിതങ്ങ് ഒപ്പിട്ട് കൊടുക്ക്. കരയില്ലേ മോളെ? കൊടുക്ക. മോളെ, എന്റെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ദേ, ഇനി അവന്റെ കൂടെ ജീവിക്കാൻ മോക്ക് പറ്റുമോ? നിന്നെയും കുഞ്ഞുങ്ങളെയും വിട്ട് അവൻ വേറൊരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിത് ചെയ്തേ ഒക്കൂ. വക്കീൽ നോട്ടീസ് കൈ കിട്ടുമ്പോ അവൻ ഞെട്ടണം. മോളിതിൽ ഒപ്പിട്. വാ മോളെ, വാ. അങ്ങോട്ടിരിക്കും മോളെ. ഇരിക്കേ. ഒപ്പിട്. ഇടുമോളെ, ഇട്ടോ? ഇടുമോളെ.
മമ്മി എന്താ മമ്മി ഡൈവേഴ്സ് എന്ന് പറഞ്ഞ? മോളെ ഇങ്ങി വാ. എന്തിനാ മമ്മിയെ ശല്യം ചെയ്യുന്നേ? എന്റെ മോക്ക് എന്താ അറിയണ്ടേ? മുത്തശ്ശിയോട് ചോദിക്ക്. മോക്ക് എന്താ അറിയണ്ടേ? ഡൈവേഴ്സ് എന്ന് വെച്ചാ എന്താ അമ്മൂമ്മേ? ഡൈവേഴ്സ് എന്ന് വെച്ചാ ഡാഡിയും മമ്മിയും തമ്മിൽ പിരിയുന്നു. മനസ്സിലായോ? ഇനി നിങ്ങളുടെ വീട് ഇതാ. എനിക്ക് ഡാഡിയുടെ അടുത്ത് പോണം. ഡാഡി ഡാഡി. ദേ, മിണ്ടി പോവരുത്. നിങ്ങൾക്ക് ഇനി ഡാഡി ഇല്ല. ആ പേര് ഇനി ഇവിടെ മിണ്ടരുത്. മനസ്സിലായോ? ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതരിയ, അതിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്റെ ദേവി. ഇതിന് വിധി എന്നല്ല പറയുന്നത്, ധിക്കാരം എന്നാ. ഈശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരിയ ഏട്ടന് കൊടുത്തത്. മൃദുലേച്ചിക്ക് വേണുവേട്ടൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഏത് പെണ്ണാ ഇതൊക്കെ സഹിക്കുന്നേ? എനിക്ക് മൃദുലേച്ചിയുടെ സഹതാപേ ഉള്ളൂ. മൃദുലേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയേനെ. എത്രയൊക്കെ ആലോചിച്ചിട്ടും എനിക്ക് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. എന്റെ മോൻ എങ്ങനെ ഇത്രയൊക്കെ അധപ്പതിക്കാൻ കഴിഞ്ഞുവെന്ന്. എന്റെ ഈശ്വര, നമ്മളൊന്നും അറിയാത്ത വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ നുണകളാ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. വേണുവേട്ടന്റെ വാക്ക് കേട്ട് അമ്മയോട് പോലും കള്ളം പറഞ്ഞ് ഞാൻ ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ? അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. പറഞ്ഞതെല്ലാം അതേപടി വിഴിഞ്ഞ പമ്പര വിട്ടിയായിപ്പോയി ഞാൻ. ഇനി നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ഓർക്കുമ്പോ ചത്ത് കളയാനാ തോന്നുന്നേ. എല്ലാം കലങ്ങി തെളിഞ്ഞേനെ. മൃദുലേച്ചി എല്ലാം പൊറുക്കാനും തയ്യാറായിരുന്നു. വേണുവേട്ടന്റെ പിടിവാശിയാ ആ പെണ്ണിന് വേണ്ടി വേണുവേട്ട സ്വന്തം ജീവിതം തകർക്കുന്നേ. മൃദുലേച്ചി അകത്തുണ്ട്. എന്തിനാ വന്നത്? മൃദുലേച്ചി മായിരിക്കെ. കുട്ടികളെവിടെ? അപ്പുവിന്റെ കൂടെ പുറത്തെവിടെ പോയതാ. ഇവിടുത്തെ ഈ വീർപ്പുമുട്ടലേന്ന് കുറച്ചു നേരം അവരെങ്കിലും രക്ഷപ്പെടട്ടെ. പാവം, അവരെന്ത് പഴിച്ചു? വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അറിഞ്ഞു. അതുകൊണ്ടാ ഞാൻ മൃദുലേച്ചിയെ കാണാൻ വന്നത്. ഏട്ടന്റെ ഭാഗം പറഞ്ഞ് ഒരു ഒത്തുതീർപ്പിനല്ല. ബന്ധം വേർപെടുത്തിയാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ എനിക്ക് കൂടെ പിറക്കാതെ പോയ മൂത്ത ചേച്ചിയുടെ സ്ഥാനം മൃദുലേച്ചിക്ക്. എന്നും എന്നോട് അത്രയ്ക്ക് സ്നേഹമായിട്ടാ മൃദുലേച്ചി പെരുമാറിയിട്ടുള്ളത്. എന്നെ എന്നെ വെറുക്കല്ലേന്ന് പറയാനാ ഞാൻ വന്നത്. വേണുവേട്ടന്റെ വാക്ക് കേട്ട് കാര്യം അറിയാതെ
ഏട്ടന് വേണ്ടി ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മൃദുലേച്ചിയുടെ മനസ്സിനേൽപ്പിച്ച മുറിവിന്റെ ആഴം എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്നോട് ക്ഷമിക്കണം. മനസ്സറിയാതെ പറ്റിപ്പോയത് എന്നോട് ക്ഷമിക്കണം മൃദുലേച്ചി. മായേ, ആ അമ്മയോ? വാ. ആ ഇതാ മോളെ, കുറച്ച് പഴവാ, നമ്മുടെ പറമ്പിലെയാ. ഓ, അമ്മ എന്തിനാ ഇതൊക്കെ ചുമന്നോണ്ട് വന്നത്? ചേട്ടൻ വരുമ്പോ കൊടുത്തു വിട്ടാ പോരായിരുന്നോ? ഇത് ഞങ്ങൾ പഴയ ആൾക്കാരുടെ ഒരു ശീലവാ. ഒരു കുടുംബത്തിൽ വെറും കൈയോടെ ചെന്ന് കേറില്ല. അമ്മ വാ. എന്തായാലും ഇവിടെ വരെ വരാൻ തോന്നിയല്ലോ, എനിക്ക് സന്തോഷായി. അമ്മ 2 ദിവസം ഇവിടെ നിക്ക്. കൊള്ളാം. ഞാനിവിടെ നിന്നാലേ അവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? എല്ലായിടത്തും പോണോന്നുണ്ട്. പക്ഷേ വെളുത്തേടന്റെ കഥ പോലെയാ. ജോലി തീർത്തിട്ട് പോകാൻ എനിക്ക് എവിടെ മോളെ സമയം? അതിനിപ്പോ അവിടെ മൃദുലയില്ലേ? അത്യാവശ്യം കാര്യങ്ങള് അവള് നോക്കില്ലേ? ഓ, എങ്ങനെ സന്തോഷമായിട്ട് നടന്ന കുട്ടിയാ. എന്റെ മോടെ കാര്യം ഓർക്കുമ്പോ ചങ്ക് പൊട്ടിപ്പോവുക. ഓ, നിഴല് പോലെ അവളിപ്പോ ജീവിക്കുന്നേ. ഉരിയാട്ടമില്ലാതെ, ഊണും ഉറക്കവും ഇല്ലാതെ. പരമദ്രോഹി. അവന്റെ തല ഇടുത്തി വീഴത്തേ ഉള്ളൂ. ആ മോളെ, ഇന്ന് കാലത്തെ ഒരു സംഭവം ഉണ്ടായി. അവന്റെ പെങ്ങളില്ലേ, ആ ആട്ടക്കാരി മായ, അവളെ ഞാനിന്ന് കണി കണ്ടത്. കാലത്തെ വന്ന് കേറിയിരിക്കുന്നു മൃദുലേച്ചിയെ കാണാൻ. ആട്ടി വിടാനാ തോന്നിയത്. എന്നിട്ട് എന്തിനാ അവള് വന്നത്? ഞാൻ പതുക്കെ പോയി നോക്കി. മൃദുലയോട് കൂണു കൂണാന്ന് എന്തൊക്കെ പറയുന്ന കേട്ടു. ക്ഷമിക്കണോന്നോ മറ്റോ. മാപ്പ് പറയാൻ വന്നിരിക്കുന്നോ? അമ്മേ, ഇത് അവളുടെ ഒരു സൂത്രോ? എന്ത് സൂത്രോ? പതിയെ അടുത്തുകൂടി നമ്മുടെ നീക്കങ്ങൾ അറിയാൻ തള്ളേം മോനും കൂടി അവളെ പറഞ്ഞു വിട്ടിരിക്കുക. എടി ഭയങ്കരി. മൃദുല ഒരു പൊട്ടിയല്ലേ അമ്മേ. അവള് വന്ന് ന്യൂസ് എടുത്തങ്ങ് പോയി. നമ്മള് വിട്ടികളുമായി. അവൾ ആരാ മോള്? ചേട്ടന്റെ രഹസ്യക്കാരിയെ സ്വന്തം വീട്ടിൽ പൊറപ്പിച്ചവളാ. ചതിക്കാനാ, നമ്മളെയൊക്കെ ചതിക്കാനാ അവള് വന്നത്. കഷ്ടായി പോയല്ലോ. എനിക്ക് എത്ര ബുദ്ധി പോയില്ല. ഇല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കിയനെ ഞാൻ. ചൂലല്ല അമ്മ എടുക്കേണ്ടത്, വിളക്കാ. വിളക്കോ? അതെ, കത്തിച്ച നിലവിളക്ക്. ഇനി അവൾക്ക് മുമ്പിൽ അമ്മ എടുക്കേണ്ടത് അതാ. നീ എന്താന്ന് വെച്ചാ തെളിച്ചു പറയടി മോളെ. ഞാനൊരു കാര്യം പറയാം, അമ്മ ശ്രദ്ധിച്ച് കേക്കണം. നമ്മുടെ മൃദുലയെ ആ കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് എന്താ ഉണ്ടായത്? 2 കുട്ടികളായപ്പോ അവളെ ഉപേക്ഷിച്ച് അവൻ വേറെ ഒരു പെണ്ണിന്റെ പുറകെ അങ്ങ് പോയി. അവന്റെ തള്ളയും പെങ്ങളും മായും അവന്റെ ഈ വൃത്തികേടിന് കൂട്ടുനിന്നു. ഫലം എന്താ? നമ്മുടെ കുട്ടിയുടെ ജീവിതം പോയി. കണ്ണീര് കുടിച്ചത് ആരാ? മൃദുല. ഡൈവോഴ്സ് ചെയ്താ വേണുവിന് സന്തോഷാവും. ആ രംഭയുടെ കൂടെ പൊറുക്കാലോ. നഷ്ടം അപ്പോഴും നമുക്കാ. തന്തയില്ലാത്ത കുട്ടികളെയും കൊണ്ട് പാവം മൃദുല ഇനിയുള്ള കാലം ജീവിക്കണം. അത് കണ്ട് കരള് നുറുങ്ങി നമ്മളൊക്കെ ജീവിതം തള്ളി നീക്കണം, വേണ്ടേ? അമ്മേ, ആ കുടുംബത്തിലുള്ളവര് നമ്മളോട് ചെയ്തത് ചതിയാ, കൊടും ചതി. ചതിക്ക് പകരം ചതി തന്നെയാ വേണ്ടത്. നമ്മുടെ കുട്ടിയെ കണ്ണീര് കുടിപ്പിച്ചതിന് അവന്റെ വീട്ടിൽ നിന്ന് ഒരാളെ അടിക്കാൻ പാകത്തിന് നമ്മുടെ മുമ്പിലും കിട്ടണം, ആജീവനാന്തം. അല്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പൂനെ കൊണ്ട് മായയെ കല്യാണം കഴിപ്പിക്കണം.
മരുമകളായി മായയെ കിട്ടിയ പിന്നെന്താ വേണ്ടതെന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? വേണ്ട. പിന്നെന്താ വേണ്ടേന്ന് എനിക്കറിയാടി മോളെ. നീ കണ്ടോ പൂരം? എന്നാലും നീ ആള് കൊള്ളാവല്ലോടി. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ദേ നിനക്ക് 10 തലയാ. ആ ഞാൻ പോട്ടെ. എത്രയും വേഗം നമുക്കിത് നടത്താനുള്ള വഴി നോക്കണം. ആ ദേ നാളെ മോൾ അങ്ങോട്ടൊന്ന് വരണം. എന്നാ പിന്നെ അമ്മ ഇറങ്ങട്ടെ. അയ്യോ, അമ്മ വന്നിട്ട് ഇത്തിരി വെള്ളം പോലും കുടിച്ചില്ല. ഒന്നും വേണ്ട, എന്റെ മനസ്സ് നിറഞ്ഞു. ശരി, വരട്ടെ. ഉം.